പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായി ഒരു മാമോദിസ സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു സ്വഭാവം, ഒരു ശീലം എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ചൊരു ജാഗരൂകരായിരിക്കണം. അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിനെ കുറിച്ച് അവനൊരു ശ്രദ്ധ ഉണ്ടാവണം, അവനൊരു ബോധമുണ്ടാവണം. അവൻ എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് ഒരിക്കലും നാളെ അവന് സങ്കടപ്പെടാനോ അതോർത്ത് ദുഃഖിക്കാൻ ഇടയാവല്ലേ. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 44 വരെ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിൽ വിശുദ്ധിയോടെയും ജാഗ്രത പാലിക്കണം. കാരണം ഞാൻ എന്ന വ്യക്തി കർത്താവായ യേശു മിശിഹായെ മുമ്പിൽ നോക്കിക്കൊണ്ട്, കർത്താവായ യേശു മിശിഹായെ മാത്രം ധ്യാനിച്ചുകൊണ്ട്, കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തെ എൻ്റെ ജീവിതമായി ചേർത്ത് വയ്ക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിശ്വാസിയാണ്. ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ ലക്ഷ്യം ഇത് തന്നെയാണ്. ജീവിതത്തിൽ എത്രത്തോളം സങ്കടം വന്നാലും, ജീവിതത്തിൽ എത്രത്തോളം ഉയർച്ചയും താഴ്ചയും വന്നാലും എൻ്റെ ലക്ഷ്യം ഒരിക്കലും കർത്താവിൽ നിന്നും മാറി ഈ ഭൗതികമായ കാര്യങ്ങളിലേക്ക് ഞാൻ തിരിയാൻ പാടില്ല. ഈ ഭൗതികമായ കാര്യങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കത്തോലിക്ക സഭ വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം, ഓരോ പ്രദാശകൾ നൽകിക്കൊണ്ട് എൻ്റെ അന്നന്ന് വേണ്ടിയുള്ള എൻ്റെ ആധ്യാത്മികമായ ജീവിതത്തിന് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളും കൃപകളും സഭ നമുക്ക് നൽകുന്നത്. നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. 37-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കണം. ആ സമയം വരെ എല്ലാം അനുഗ്രഹം നടക്കുന്നു, അവർ ഒരുമിച്ച് ജീവിക്കുന്നു, വിവാഹം ചെയ്തു കൊടുക്കുന്നു, വിവാഹം ചെയ്യുന്നു, എല്ലാം ചെയ്തുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നു, അവർ ജീവിക്കുന്നു. പക്ഷെ എവിടെയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് കുറവുണ്ടായതെന്ന് മനസ്സിലായത് എപ്പോഴാണ്? നോഹയുടെ ജീവിതത്തിൽ നിന്നും, ഭൗതികമായ ജീവിതത്തിൽ നിന്നും കർത്താവ് നോഹയ്ക്ക് പ്രത്യേകമായ ഒരു വരം നൽകിക്കൊണ്ട്, കർത്താവ് പ്രത്യേകമായി നോഹയ്ക്ക് ഒരു അനുഗ്രഹം നൽകിക്കൊണ്ട് ഒരു പേടകമുണ്ടാക്കി അതിലേക്ക് നീ കയറി ജീവിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നോഹയും മറ്റ് ജനങ്ങളും രണ്ടായി തിരിക്കപ്പെട്ടു. ദൈവത്തിന്റെ വിശ്വസ്തൻ, ദൈവം സംരക്ഷിച്ച വ്യക്തി, ദൈവം അനുഗ്രഹിച്ച വ്യക്തി, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അവനോട് കൽപ്പിച്ച കാര്യങ്ങളും അവൻ പൂർത്തിയാക്കിയപ്പോൾ ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് മഴ പെയ്തു തുടങ്ങി. അതായത് അശുദ്ധി എല്ലാം നശിക്കപ്പെടണം, അശുദ്ധി എന്നേക്കുമായി പുറത്താക്കപ്പെടണം, അശുദ്ധിക്ക് സ്ഥാനമില്ല, അശുദ്ധിക്ക് ഒരു വ്യക്തിയും അതിനെ മാനിക്കേണ്ടയോ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. സത്യദൈവത്തെ ബഹുമാനിക്കണം, സത്യദൈവത്തിൻ്റെ ജീവിതത്തെ നമ്മൾ മാനിച്ച് മുമ്പോട്ട് നടക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എന്ത് തകർച്ചകൾ വന്നാലും ഒരു ക്രിസ്ത്യാനിൻ്റെ ആത്മാവിന് അവൻ തന്നെ ഉത്തരം പറയേണ്ടി വരും. നമ്മൾ എന്ന വ്യക്തി പാപം ചെയ്യുമ്പോൾ, ഈ പാപത്തിൽ കൂടെ നമ്മൾ കടന്നു പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ക്രിസ്തീയ വിശ്വാസത്തിലും കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വെക്കുമ്പോൾ, കർത്താവിനോടൊപ്പം ഞാൻ അനുഗ്രഹത്തിൽ ഞാൻ കയറുമ്പോൾ, കർത്താവിൻ്റെ മുമ്പാകെ കർത്താവേ ഇത്രയേ ഉള്ളൂ എൻ്റെ ജീവിതം, ഇതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഒന്നുമില്ല കർത്താവേ, തന്നത് നിന്റെ ദാനമാണ്, നിന്നതല്ല, നിർത്തിയതാ എന്നെ ദൈവം. എന്നെ എല്ലാ ബന്ധനത്തിൽ നിന്നും, എല്ലാ പൈശാചികമായ അശുദ്ധിയിൽ നിന്നും ദൈവം നമ്മളെ നിർത്തിക്കൊണ്ട് നമ്മളെ തിരിച്ച് കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കണം, ഓരോ വിശ്വാസിന്റെ ജീവിതത്തിൽ ഈ ഒരു അനുഗ്രഹം ഉണ്ടാവണം. ഒരുപക്ഷെ തകർച്ചകളും പതർച്ചകളും കടന്നു വന്ന ശേഷമായിരിക്കും നമ്മൾക്ക് മനസ്സിലാകുന്നത്, അയ്യോ കർത്താവേ, ഇത്ര നാൾ ഞാൻ കൃപയിൽ ജീവിച്ചു, എൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് അകന്നു പോയപ്പോഴാണല്ലോ ഈ തകർച്ച എന്നെ തേടി വന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധാപൂർവം, പ്രാർത്ഥനാപൂർവം, സ്നേഹപൂർവം, സമാധാനത്തോടെ നമ്മൾ കർത്തൃസന്നിധിയിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ആധ്യാത്മികമായ ജീവിതം എൻ്റെ മാത്രമല്ല, എൻ്റെ കർത്താവ് കൂടി ആഗ്രഹിക്കുന്ന ഒരു വലിയ സമ്മാനമാണ്.
ഈ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ആധ്യാത്മികമായ ജീവിതത്തിൽ വളരാൻ വേണ്ടി എനിക്ക് കൃപകളും ദാനങ്ങളും നൽകുമ്പോൾ ഞാൻ തിരിച്ച് ഈ ഭൂമിയിൽ നിന്നും ആധ്യാത്മികമായി ജീവിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിത്തിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിന് അർത്ഥമുണ്ട്. 33 വയസ്സുകാരൻ ഈ ഭൂമിയിൽ വന്നു. ഓരോ പഠിപ്പിലും ഓരോ ഉപമകളും പറഞ്ഞതിൽ അത് വ്യർത്ഥമായില്ല. ഒരാത്മാവെങ്കിലും അതിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാത്മാവ് അത് പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃപയായി അനുഗ്രഹമായി തന്നെ തീരും എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ പ്രത്യേകം ഓർക്കണം, തകർച്ചകൾ കടന്നു വരുന്ന മുമ്പ് തകർച്ചയിൽ അകറ്റി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നോവയുടെ ഒരു പേടകമുണ്ടാക്കി സംരക്ഷിച്ചതുപോലെ ദൈവം ഇന്നും ഈ നിമിഷവും സദാ നിമിഷവും ഒരു പേടകത്തിൽ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഈ ലൗകികമായ പ്രകാശം നോക്കാതെ യഥാർത്ഥ ക്രിസ്തു എന്ന പ്രകാശത്തിൽ നോക്കാനും, ലോകം കാണിക്കുന്ന തെറ്റായ വഴിയെ ഉപേക്ഷിച്ച് സത്യവും ജീവനുള്ള വഴിയുള്ള ക്രിസ്തുവെ നോക്കിക്കൊണ്ട് ലോകത്തിന് പിന്നാലെ പോവാതെ സത്യക്രിസ്തുവിന് പുറകെ പോകാൻ വേണ്ടി കർത്താവായ യേശു മിശിഹ നമ്മളെ ക്ഷണിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരണം. നമുക്കറിയാം, ജീവിതത്തിൽ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ വരുന്നത് കർത്താവിൻ്റെ അടുത്തേക്കാണ്. പക്ഷെ പാപത്തിൻ്റെ അടിമയായി ജീവിക്കുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി കർത്താവേ എന്ന് വിളിക്കാൻ പോലും നമുക്ക് നമ്മുടെ അധരങ്ങൾക്ക് സ്വരമില്ല. പത്രോസ് അകലെ നിന്ന് നോക്കിയപ്പോൾ കർത്താവ് വിളിച്ചു, ഇഞ്ഞു വാ. കർത്താവിനെ പരസ്യമായി 3 പ്രാവശ്യം തള്ളിപ്പറയുകയും കർത്താവിനെ അറിയില്ല, നിങ്ങൾ ആരുടെ കുറിച്ചാണ് സംസാരിക്കുന്നത്, എനിക്കും എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞ വ്യക്തിയെ പോലും കർത്താവിനെ നോക്കുന്നുണ്ട് കണ്ടപ്പോൾ തിരിച്ചു വിളിച്ച ക്രിസ്തുവാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ഭാഗം നമ്മൾ എപ്പോഴും കേൾക്കേണ്ട ഒരു കാര്യം, അപ്പോൾ 2 പേര് വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ അവശേഷിക്കപ്പെടും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. 2 പേർ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരാൾ എടുക്കപ്പെടുകയും ചെയ്യുന്നു, മറ്റേ ആൾ അവിടെ തന്നെ അവശേഷിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? ഒരാൾ എന്തുകൊണ്ട് എടുക്കപ്പെട്ടു, എന്തുകൊണ്ട് മറ്റേ ആൾ അവശേഷിക്കുന്നു? ചിന്തിച്ചു നോക്കണം. നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കണം, കർത്താവിൻ്റെ രാജ്യം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക്, ഓരോ ഭവനത്തിലേക്കും ഓരോ ഹൃദയത്തിലേക്കും ഓരോ വ്യക്തിൻ്റെ അകത്തേക്കും കർത്താവിൻ്റെ രാജ്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് കടന്നു വന്നാൽ തിന്മ, അശുദ്ധി ഇതെല്ലാം എടുക്കപ്പെടും. പക്ഷേ നമ്മൾ മനുഷ്യന്മാർ തിന്മയും അശുദ്ധിയെയും പിടിച്ചു വെച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തെ നമ്മൾ തിരിച്ചു പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കർത്താവിൻ്റെ രാജ്യം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശു മിശിഹ സ്വർഗത്തിൽ നിന്ന് നമുക്ക് മേൽ കൃപയ്ക്ക് മേൽ കൃപയും അനുഗ്രഹങ്ങളും സ്നേഹവും സംരക്ഷണം നൽകുമ്പോൾ, കർത്താവ് നേരിട്ട് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ജീവിതത്തിൽ നിന്നും അശുദ്ധികളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തോടൊപ്പം ശുദ്ധിയും പരിശുദ്ധിയും അനുഗ്രഹവും മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ബാക്കിയെല്ലാം അശുദ്ധിയാണ്, ബാക്കിയെല്ലാം തിന്മയാണ്. എനിക്കിതൊന്നും വേണ്ട, എനിക്ക് കർത്താവിനെ മതി, കർത്താവിന്റെ രാജ്യം മതി. സ്വർഗത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്താണോ സ്തുതിപ്പെങ്കിൽ ഭൂമിയിൽ ഞാൻ സ്തുതിക്കും. സ്വർഗത്തിന്റെ ഇഷ്ടം പോലെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കും. സ്വർഗത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ദൈവം എനിക്ക് വരമേൽപ്പിച്ചു തന്ന എല്ലാ ഭവനത്തിലും, എല്ലാ ഹൃദയത്തിലും, എല്ലാ കുടുംബത്തിലും ഞാൻ ഈ കർത്താവിന്റെ വചനത്തെ, കർത്താവിന്റെ അഭിഷേകത്തെ ഞാൻ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് എൻ്റെ ജീവിതം നവീകരിക്കാൻ വേണ്ടി എന്നെ തന്നെ കർത്താവിലേക്ക് ഞാൻ സമർപ്പിക്കും. പ്രിയമുള്ളവരെ, അശുദ്ധി എല്ലാം എടുക്കപ്പെടട്ടെ, ദൈവത്തിന്റെ വചനം കടന്നു വരട്ടെ. ദൈവത്തിന്റെ വചനം കടന്നു വന്നുകൊണ്ട് നമ്മളെല്ലാം കൃപയ്ക്ക് മേൽ കൃപയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കാം. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ കാര്യം നമ്മൾ പ്രത്യേകമായി ചിന്തിക്കേണ്ടത് 38-ാം വാക്യത്തിൽ, കള്ളൻ അർദ്ധരാത്രിയിൽ ഏത് സമയത്ത് വരുമെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരുന്നുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ സമ്മതിക്കത്തില്ല. പ്രിയമുള്ളവരെ, എൻ്റെ ആത്മാവ് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ആലയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ ഈ അശുദ്ധിയും ഈ തിന്മകരമായ പൈശാചിക ബന്ധനവും ഈ ലോകം കാണിക്കുന്ന സുഖവും സന്തോഷവും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ജാഗരൂകതയോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട്
ഞാൻ നോക്കിക്കൊണ്ട് എൻ്റെ ആത്മാവിനെ ഒരു അശുദ്ധിയും പിടികൂടാതെ എൻ്റെ ഭവനത്തെ ഞാൻ സംരക്ഷിക്കണം. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഈ ഒരു സുവിശേഷ ഭാഗം നമ്മളെ ഏറ്റവും അധികം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ടാവണം. ഗ്രഹനാഥൻ ആണ് ഇവിടെ ഉപയോഗിച്ച പദം. ഗ്രഹനാഥൻ തൻ്റെ ഭവനം, അതായത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ ഭവനത്തിൽ ഗ്രഹനാഥൻ എല്ലാം ഒരുപാട് വർഷങ്ങൾ അവർ സർവീസിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളം എല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഒരു ഭവനം പണിയും. അപ്പോൾ ആ ഭവനമാണ് ഒരു കള്ളൻ അർദ്ധരാത്രിയിൽ കവർച്ച ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഈ ഗ്രഹനാഥന് 3 ഉത്തരവാദിത്തങ്ങളുണ്ട്. ആദ്യത്തെ ഉത്തരവാദിത്തം എന്താണ്? ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ ഭവനം, ഞാൻ വരും ഒരു ഇഷ്ടികയോ സിമെന്റ് എടുത്ത് ഉണ്ടാക്കിയ ഭവനമായിരിക്കും. പക്ഷേ ഇതിൻ്റെ പുറകെ എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഒരുപാട് വർഷം ഞാൻ സ്വപ്നം കണ്ടു, ഒരുപാട് വർഷം ഈ ഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഗ്രഹനാഥൻ ഈ ഭവനത്തെ സംരക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, തൻ്റെ ജീവിത പങ്കാളിയെയും തൻ്റെ മക്കളെയും ഈ ഗ്രഹനാഥൻ സംരക്ഷിക്കണം. മൂന്നാമത്തെ കാര്യം, തന്നെ സംരക്ഷിക്കണം. കാരണം തന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ ഭവനം, തൻ്റെ ജീവിത പങ്കാളി, മക്കളെ ആര് സംരക്ഷിക്കും? അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ആത്മാവിനെ ഞാൻ തന്നെ സംരക്ഷിക്കണം. എൻ്റെ ആത്മാവിനെ ഞാൻ സംരക്ഷിക്കുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് ആര് കടന്നു വരും? എൻ്റെ ആത്മാവിനെ ഞാൻ തന്നെ സംരക്ഷിക്കണം. എൻ്റെ ആത്മാവിന് വേണ്ടി എന്താണ് നല്ലത്, എൻ്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി എന്താണ് നല്ലത്, എന്നെ ദൈവത്തിലോട് ചേർത്ത് പിടിക്കുന്ന എന്താണോ ആ നല്ലതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുമ്പിലോട്ട് നമ്മൾ പോകണം. പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും അധികം ഓർക്കേണ്ട ഒരു കാര്യം, ഏത് സമയത്തും മനുഷ്യപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ആ സമയത്ത് ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടാവണം, ദൈവത്തിന് വേണ്ടി സ്ഥലമുണ്ടാവണം, ദൈവം വസിക്കാൻ വേണ്ടി ആ സ്ഥലം അനുഗ്രഹിക്കപ്പെടണം. കാരണം ഒരിക്കലും തിന്മ ഉള്ള സ്ഥലത്ത് ദൈവത്തിന് വസിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവം കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ അവസ്ഥയെല്ലാം ഞാൻ മാറ്റിവെച്ചുകൊണ്ട്, പാപത്തിൻ്റെ എല്ലാ ബന്ധനത്തെ ഞാൻ എന്നേക്കുമായി ബന്ധിച്ചുകൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകണം. ദൈവസ്നേഹത്തിൽ ഞാൻ അത് സ്വീകരിച്ചുകൊണ്ട് മുമ്പിൽ പോകുമ്പോൾ ദൈവം കൂടുതൽ അനുഗ്രഹിക്കുകയും ദൈവം കൂടുതലായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും അധികം ഓർക്കേണ്ടത്, ഓരോ വിശ്വാസിയും അവൻ്റെ ആത്മാവിന് വേണ്ടി അവൻ തന്നെ ഉത്തരം പറയേണ്ടി വരും. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ ഈ ഒരു വിശ്വാസത്തിൽ ചേർക്കുകയും ഞാൻ എന്നെ തന്നെ ഉത്തരവാദിത്തപൂർവ്വം കർത്താവിലേക്ക് തിരിച്ചു ഭരമേൽപ്പിക്കണം. സ്വർഗത്തിൽ നിന്ന് ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചത് പാപം ചെയ്യാൻ വേണ്ടിയല്ല, ധനമുണ്ടാക്കാൻ വേണ്ടിയല്ല, വാഹനത്തിൽ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടിയല്ല. ദൈവത്തിന്റെ പദ്ധതി സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എല്ലാ വ്യക്തിക്കും ഈശോയ്ക്ക് നൽകാൻ വേണ്ടിയാണ്. ഈശോയെ നൽകി കഴിയുമ്പോൾ ഞാൻ തിരിച്ചെന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് കയറുമ്പോൾ പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും ശാപത്തിന്റെയും അവസ്ഥയിലല്ല, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപയും സ്നേഹത്തിൽ നമ്മൾ ചേർക്കുകയും ആ സ്നേഹത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയും ദൈവത്തോടൊപ്പമായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ വിശ്വാസത്തിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. പ്രിയമുള്ളവരെ, ഈ 3 നോയമ്പ് ഏറ്റവും അധികം നമ്മളെ ഈ നോയമ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, കർത്താവിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ആബപിതാവേ, ഗുരുവേ, എൻ്റെ നാഥനായ ഈശോവേ, എനിക്ക് ഈ ലോകത്തിൽ മറ്റൊന്നും വേണ്ട. പാപം താൽക്കാലികമായ സുഖമാണ്, പക്ഷേ നിന്റെ സ്നേഹവും നിന്റെ അനുഗ്രഹവും നിന്നോടൊപ്പമുള്ള ജീവിതം നിത്യസുഖമാണ്. നമുക്ക് ചിന്തിക്കാം, നിത്യസുഖത്തിന് വേണ്ടി, താൽക്കാലികമായ സുഖത്തിന് വേണ്ടി ഒരിക്കൽ തന്നെ നമ്മൾ നിത്യസുഖത്തെ കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. യോന തിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നതുപോലെ ഇന്ന് നമ്മൾ തിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ നോയമ്പ് നമുക്ക് പൂർത്തിയാക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.